ഹായ് ഓൾ, വെൽക്കം ടു IE+. ഞാൻ അക്ഷര. ഇന്ന് നമ്മൾക്ക് സീറ്റഡ് സോഷ്യൽ പെഡഗോജിയിൽ നിന്നുള്ള 5 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. റീസെന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ചോദ്യങ്ങൾ വരുന്ന പാറ്റേൺ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും നമ്മളെ പഠിച്ച പെഡഗോജി ഒരു സബ്ജക്റ്റിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചോദ്യങ്ങൾ ഉത്തരം കണ്ടെത്തുന്നതെന്നും മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. The boundaries of disciplines that make up the social science need to be opened up, and a plurality of approaches may be applied to understanding a given phenomenon. വാട്ട് ഈസ് ദിസ് അപ്രോച്ച് കോൾഡ്? അപ്പൊ നമ്മൾ പൊതുവെ സീറ്റഡ് എക്സാമിനേഷനിൽ നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ കുറച്ച് എന്താണ് ബൾക്കി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് തോന്നാം. ഒരുപാട് എന്തൊക്കെയോ ടഫ് കാര്യങ്ങളാണ് ചോദിച്ചേക്കുന്നത് തോന്നാം. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ ലാംഗ്വേജ് കുറച്ച് കട്ടിയാക്കിയെങ്കിലും ചോദിച്ചേക്കുന്ന കാര്യം വളരെ സിമ്പിൾ ആണ്. അപ്പൊ അത് തന്നെ നമ്മൾ ആ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് വേണം സീറ്റഡ് ക്വസ്റ്റ്യൻ പേപ്പറുകളെ സമീപിക്കാനായിട്ട്. The boundaries of disciplines that make up the social science, അതായത് സോഷ്യൽ സയൻസ് സബ്ജക്റ്റിന് എന്ത് ചെയ്യണം, അതിന്റെ ബൗണ്ടറീസ്, അതിന്റെ അതിർവരമ്പുകൾ എന്ത് ചെയ്യണം, തുറന്നിടണം. എന്നിട്ട് ഒരുപാട് തരത്തിലുള്ള ഒരു ഫിനോമിനൻ മനസ്സിലാക്കാനായിട്ട് പലതരത്തിലുള്ള അപ്രോച്ചുകൾ നമ്മൾ അപ്ലൈ ചെയ്യണം. ആ ഒരു അപ്രോച്ചിന് പറയുന്ന പേരെന്താണ്? ബൗണ്ടഡ് നോളജ്, സയന്റിഫിക് ഇൻക്വയറി, യൂട്ടിലിറ്റേറിയനിസം, ഇന്റർഡിസിപ്ലിനറി തിങ്കിങ്. അപ്പൊ എന്താണ് അത്തരത്തിൽ നമ്മൾ പ്രത്യേകിച്ച് എന്താണ് അതിർവരമ്പ് കെട്ടി സോഷ്യൽ എന്ന് വെച്ചാൽ ഇത്ര മാത്രമാണ്, ഇതിനകത്തുനിന്ന് മാത്രമേ പഠിക്കാവൂ. ആ ഒരു കൺസെപ്റ്റ് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, ആ ഒരു അതിർവരമ്പ് മാറ്റി മറ്റ് അപ്രോച്ചുകളെ എന്ത് ചെയ്യണം, കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ ആൻസർ കിട്ടി? ബൗണ്ടഡ് നോളജ്, സയന്റിഫിക് ഇൻക്വയറി, യൂട്ടിലിറ്റേറിയനിസം, ഇന്റർഡിസിപ്ലിനറി തിങ്കിങ്. മറ്റ് അപ്രോച്ചസുകൾ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് നമുക്കവിടെ മനസ്സിലാക്കാം, ഇന്റർ ഡിസിപ്ലിനറി ആണ്. ഇന്റർ ഡിസിപ്ലിനറി തിങ്കിങ് അപ്രോച്ച് ആണ് ഇവിടെ ഇത്. ഇന്റർ ഡിസിപ്ലിനറി എന്ന് വെച്ചാൽ എന്താ? കമ്പൈനിങ് ഡിഫറെന്റ് സബ്ജക്ട് ടു അണ്ടർസ്റ്റാൻഡ് വൺ ഇഷ്യൂ. ഒരു ഇഷ്യൂ മനസ്സിലാക്കാനായിട്ട് നമ്മൾ പല സബ്ജക്റ്റുകളെ എന്ത് ചെയ്യുന്നു, കമ്പൈൻ ചെയ്യുന്നു. ഉദാഹരണത്തിന് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പഠിക്കാനായിട്ട് നോക്കുമ്പോൾ ജോഗ്രഫി, എക്കണോമിക്സ്, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. എന്നാൽ മാത്രമേ ഒരു കൺസെപ്റ്റിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനെയാണ് ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയുന്നത്. ബൗണ്ടഡ് നോളജ് എന്ന് വെച്ചാൽ കീപ് സബ്ജക്ട് സെപ്പറേറ്റ്. നമ്മൾ എന്താ നമ്മുടെ വീട്ടിലെ സ്പൈസസ് ഒക്കെ സെപ്പറേറ്റ് ബോക്സസിൽ അടച്ചു വെക്കത്തില്ലേ? അപ്പൊ അതുപോലെ നമുക്ക് സബ്ജക്റ്റുകൾ ഹിസ്റ്ററി ഇത് മാത്രം, ജോഗ്രഫി ഇത് മാത്രം, എക്കണോമിക്സ് ഇത് മാത്രം എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആക്കി വെക്കുവാണെങ്കിൽ അത് ബൗണ്ടഡ് നോളജ് ആണ്. പക്ഷെ അങ്ങനെയല്ല, ഒരു അപ്രോച്ച് അല്ല നമുക്ക് ആവശ്യം. സയന്റിഫിക് ഇൻക്വയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മെത്തേഡ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. അല്ലെ, ശാസ്ത്രീയമായിട്ടുള്ള ഇൻക്വയറി നടത്തുക, അല്ലാതെ ഡിസിപ്ലിൻസിനെ കമ്പൈൻ ചെയ്യുക എന്നതല്ല അതിന്റെ അർത്ഥം. അടുത്തത് യൂട്ടിലിറ്റേറിയനിസം ആണ്. എത്തിക്കൽ ഫിലോസഫി ബേസ്ഡ് ഓൺ യൂസ്ഫുൾനെസ്. അപ്പൊ എന്താണ് ഈ ഒരു ഫിലോസഫി? എന്താണ് ഒരു കാര്യത്തെ നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആക്കി ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് പറയുന്ന എത്തിക്കൽ ആയിട്ടുള്ള ഒരു ഫിലോസഫിയാണ് യൂട്ടിലിറ്റേറിയനിസം. അതാണ് മറ്റ് 3 ഓപ്ഷൻസിൽ വന്നത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം, which of the following is a foundational logic in drafting of syllabi of social science? സോഷ്യൽ സയൻസിന്റെ സിലബസ് തയ്യാറാക്കുമ്പോൾ ഫൗണ്ടേഷൻ ലോജിക്, അതിന്റെ അടിത്തറയാക്കി നമ്മൾ വെക്കേണ്ട ലോജിക് എന്താണ്? ഫോക്കസിംഗ് ഓൺ യൂട്ടിലിറ്റേറിയൻ ആസ്പെക്ട്സ്, ഡെവലപ്പിംഗ് മോർ instructive textbook, epistemic shift towards patriarchal nationalist frame, inclusion of local perception. അപ്പൊ നോക്കിക്കേ, ഈ ഓപ്ഷൻസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലേ, ഏറ്റവും ബേസിക് ആയിട്ട് ഏറ്റവും താഴെത്തട്ടില് നമ്മൾ എന്താദ്യം കൊണ്ടുവരണം? യൂട്ടിലിറ്റേറിയൻ ആസ്പെക്ടോ, ഇൻസ്ട്രക്റ്റീവ് ടെക്സ്റ്റ് ബുക്കോ, അല്ലെങ്കിൽ എന്താണ് പാട്രിയാർക്കൽ നാഷണലിസ്റ്റ് ഫ്രെയിംവർക്കും അല്ല. എന്താ വേണ്ടത്? ഇൻക്ലൂഷൻ ഓഫ് ലോക്കൽ പെർസെപ്ഷൻ ആണ് നമുക്ക് ഏറ്റവും ആവശ്യം, അല്ലേ? അതായത് എന്താ, ഒരു ഗുഡ് സയൻസ് സിലബസ്, സോഷ്യൽ സയൻസ് സിലബസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഷുഡ് ബിഗിൻ വിത്ത് എ ലോക്കൽ എൻവയോൺമെന്റ് ആൻഡ് സ്റ്റുഡൻസ് ഓൺ എക്സ്പീരിയൻസ്. കുട്ടിക്ക് ചുറ്റുമുള്ള ലോക്കൽ എൻവയോൺമെന്റ്, കുട്ടിയുടെ എക്സ്പീരിയൻസുകളും കൂടെ ചേർത്തിട്ടായിരിക്കണം ഗുഡ് സയൻസ് സോഷ്യൽ സയൻസ് സിലബസ് ഉണ്ടാകേണ്ടത്. Students understand concept better when they relate them to their community, culture and surroundings. കുട്ടികൾ കൺസെപ്റ്റ് എപ്പോഴാണ് നല്ലപോലെ മനസ്സിലാവുന്നത്? ആ പഠിക്കേണ്ട കാര്യങ്ങൾ അവരുടെ കമ്മ്യൂണിറ്റിയും കൾച്ചറും സറൗണ്ടിങ്സും ആയിട്ട് ചേർന്ന് പോകുമ്പോഴാണ് കുട്ടിക്ക് ഒരു കൺസെപ്റ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദിസ് ഈസ് വൈ ലോക്കൽ പെർസെപ്ഷൻ ഈസ് എ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾ ഇൻ സിലബസ് ഡിസൈൻ. അതുകൊണ്ട് ലോക്കൽ പെർസെപ്ഷൻ, നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള എൻവയോൺമെന്റിനെ കുറിച്ച്, കമ്മ്യൂണിറ്റിയെ കുറിച്ചും കൾച്ചറിനെ കുറിച്ച്, സറൗണ്ടിങ്ങിനെ കുറിച്ചുള്ള അറിവ് എന്താണ് സോഷ്യൽ സയൻസ് സിലബസ് ഡിസൈനിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്.
നമ്മൾ ഒന്നാമത് പറഞ്ഞ ഓപ്ഷൻ എന്തായിരുന്നു? ഫോക്കസിങ് ഓൺ യൂട്ടിലിറ്റേറിയൻ ആസ്പെക്ട് ഉള്ളി. യൂട്ടിലിറ്റേറിയൻ ആസ്പെക്റ്റിൽ മാത്രം നമ്മൾ ചിന്തിക്കുക എന്ന് വെച്ചാൽ എന്താ? പ്രാക്ടിക്കൽ യൂസ്ഫുൾനെസ് ഇസ് നോട്ട് ദ മെയിൻ ഫൗണ്ടേഷൻ ആണല്ലേ. നമുക്ക് യൂസ്ഫുൾ ആണോ എന്ന് നോക്കുക, അത് ശരിയല്ല, പക്ഷെ അതാണോ ഏറ്റവും ആദ്യം? പക്ഷെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം മാത്രം ഉപയോഗിക്കുക, പ്രാക്ടിക്കലി യൂസ്ഫുൾ ആയിട്ടുള്ളത് മാത്രം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കലി യൂസ്ഫുൾ ആവണമെന്നില്ല. അപ്പൊ അത് എവിടെ വരില്ലല്ലോ. പിന്നെ മോർ ഇൻസ്ട്രക്റ്റീവ് ടെക്സ്റ്റ് ബുക്ക്. നെക്സ്റ്റ് ഇൻസ്ട്രക്റ്റീവ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? അതിന്റെ ലോജിക് എല്ലാം ഭയങ്കരമായിട്ട് എന്താ ആലോചിച്ച് പോവുക, അത് ഇൻസ്ട്രക്ഷൻ തരുന്നതായിരിക്കണം. ആ ഒരു രീതിയും ഒരിക്കലും എന്താണ് ഫൗണ്ടേഷൻ ആയിട്ട് വരുന്നില്ല. എപ്പിസ്റ്റമിക് ഷിഫ്റ്റ് ടുവേർഡ്സ് പാട്രിയാർക്കൽ നാഷണലിസ്റ്റ് ഫ്രെയിം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? മോഡേൺ സോഷ്യൽ സയൻസ് തീർച്ചയായിട്ടും ഇൻക്ലൂസീവ് ആയിട്ട് ഡൈവേഴ്സ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ് ആണ് ആവശ്യം. അല്ലാതെ പഴയ പഴയ കാര്യങ്ങളല്ല, പുതുതായിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പല പെർസ്പെക്റ്റീവിലൂടെ കാര്യങ്ങൾ നോക്കി കാണുന്നതാണ് നമുക്കിപ്പോ ആവശ്യമുള്ളത്. പാട്രിയാർക്കി പണ്ടുണ്ടായിരുന്ന പാട്രിയാർക്കി ഫ്രെയിംവർക്ക് അല്ല ആവശ്യം. അപ്പൊ അതാണ് അവിടെ ആൻസർ വരിക. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? സോഷ്യൽ സയൻസ് സിലബസ് എപ്പോഴും എങ്ങനെയായിരിക്കണം? ഷെയർഡ്സ് ലോക്കൽ എൻവയോൺമെന്റും എക്സ്പീരിയൻസും വരണം. എങ്ങനെ നമ്മൾ കണക്ട് ചെയ്യുക? ലോക്കലിൽ നിന്ന് റീജിയണിലേക്ക്, റീജിയണിൽ നിന്ന് നാഷണലിലേക്ക്, നാഷണലിൽ നിന്ന് ഗ്ലോബലിലേക്ക്. ചുറ്റുമുള്ള മനസ്സിലാക്കുന്നു, കുറച്ചും കൂടെ എന്താണ് വൈഡായിട്ട് റീജിയണൽ മനസ്സിലാക്കുന്നു, പിന്നീട് നാഷണലി മനസ്സിലാക്കുന്നു, പിന്നെ എന്താണ് വേൾഡ് അല്ലെ ഗ്ലോബലി മനസ്സിലാക്കുന്നു. മേക്കിംഗ് ലേണിംഗ് മീനിങ്ഫുൾ ബൈ ഇൻക്ലൂഡിംഗ് ലോക്കൽ ഹിസ്റ്ററി, കൾച്ചർ, ജിയോഗ്രഫി ആൻഡ് കമ്മ്യൂണിറ്റി. അതാണ് സിലബസിൽ ആവശ്യം. ഹെൻസ് ഇൻക്ലൂഷൻ ഓഫ് ലോക്കൽ പെർസെപ്ഷൻ ഇസ് എ ഫൗണ്ടേഷൻ ലോജിക് ഓഫ് സിലബസ് ഡ്രാഫ്റ്റിംഗ്. ലോക്കൽ പെർസെപ്ഷൻ കൊണ്ടുവരിക എന്നതാണ് സിലബസ് ഡ്രാഫ്റ്റിംഗിന്റെ ഫൗണ്ടേഷൻ ലോജിക് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, which of the following is or are the most suitable teaching learning material or materials to explain different part of earth to the students? earthന്റെ പല പാർട്ടുകൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യാൻ കഴിയുന്ന ഏതൊക്കെയാണ്? ഏതൊക്കെ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ ആണ്? ഗ്ലോബ്, മാപ്പ്, അറ്റ്ലസ്. 3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് കറക്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ബി ആൻഡ് സി, എ ആൻഡ് സി, ഓൺലി എ ആൻഡ് ബി. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് മനസ്സിലാക്കാം? ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഗ്ലോബും മാപ്പും അറ്റ്ലസും ഒക്കെ ഒരുപോലെ തന്നെ പെർഫോം ചെയ്യില്ലേ എന്ന് നോക്കാം. പക്ഷേ കുറച്ചും കൂടെ എന്താണ് ആപ്റ്റായിട്ടുള്ള ആൻസർ നമുക്ക് വേണം. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഓപ്ഷൻ വന്നേക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണ്? എലിമിനേഷൻ പോസിബിൾ ആണോ എന്ന് നോക്കാം. അങ്ങനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ കഴിയുന്നത് ഒന്നേ ഉള്ളൂ, എന്താ? അറ്റ്ലസ്. അപ്പൊ അറ്റ്ലസ് ഇല്ലാത്ത ഓപ്ഷൻ ഉണ്ടോ? എ ആൻഡ് ബി ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അറ്റ്ലസിനെ എങ്ങനെ നമുക്ക് ഒഴിവാക്കുന്നതെന്ന് നോക്കാം. ഗ്ലോബ് ബെസ്റ്റ് 3D മോഡൽ ഓഫ് ദ എർത്ത് ആണ്. നമ്മുടെ എർത്തിന്റെ 3 ഡയമെൻഷനിൽ ഡിസ്പ്ലേ ചെയ്യുന്ന മോഡലാണ് ഗ്ലോബ് എന്ന് പറയുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും കുട്ടികളെ സഹായിക്കുന്ന ഒന്നാണല്ലോ ഒരു കാര്യം പറയാനായിട്ട്. നമ്മുടെ ക്ലാസ് റൂമിൽ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്ന അടുത്ത മാപ്പ് ആകുമ്പോൾ എന്താണ്? ഷോ ഡിഫറെന്റ് പാർട്സ് ആൻഡ് ലൊക്കേഷൻ ക്ലിയർലി. അപ്പൊ ഈ ഗ്ലോബിലെ പോലെ എല്ലാ പാർട്ടും വേൾഡ് മൊത്തം ഇല്ലെങ്കിലും എന്താണ് ഡിഫറെന്റ് പാർട്സും ലൊക്കേഷനും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ സഹായിക്കും. അടുത്തത് അറ്റ്ലസ് ആണ്. അറ്റ്ലസ് എന്താണ്? ഈ കളക്ഷൻ ഓഫ് മാപ്സ് ആണ്. മാപ്പിന്റെ കളക്ഷൻ ആണ് അറ്റ്ലസ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ റെഫറൻസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കും. ബട്ട് നോട്ട് ദ പ്രൈമറി ടീച്ചിങ് മെറ്റീരിയൽ ഫോർ ഇൻട്രൊഡ്യൂസിംഗ് പാർട്സിന്റെ പാർട്ടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള പ്രൈമറി ടീച്ചിങ് മെറ്റീരിയൽ ആയിട്ട് നമുക്ക് അറ്റ്ലസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് മാപ്പ്. ഇതിന്റെ റെഫറൻസിനാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് അറ്റ്ലസ് കണ്ടെയ്ൻ മെനി മാപ്സ്. പല മാപ്പുകൾ അടങ്ങിയതാണ് അറ്റ്ലസ്. ബട്ട് ടീച്ച് എ ബേസിക് പാർട്ട് ഓഫ് ദ നമുക്ക് എർത്തിന്റെ ബേസിക് പാർട്ടുകൾ പഠിപ്പിക്കാനായിട്ട് ഗ്ലോബ് ആൻഡ് മാപ്സ് ആർ മോർ സ്യൂട്ടബിൾ. ഗ്ലോബും മാപ്പും ആണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ദേ ആർ കോമൺലി യൂസ്ഡ് ഇൻ ക്ലാസ് റൂമുകളിൽ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, the concept of a fair trial is an important one while talking about the criminal justice system. To teach this concept, you narrate to the students the story of a person who has been accused of theft and what happened thereafter the police station allowed in the court. What pedagogical resource have you used here? അപ്പൊ എന്താണ് ഫെയർ ആയിട്ടുള്ള ട്രയൽ? ഇപ്പൊ ആര് ചെന്നാലും എന്താണ് കേസിന്റെ പുറത്ത് അന്വേഷണം നടത്തുമ്പോൾ അത് ഫെയർ ആയിരിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ആ ഒരു കൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് കുട്ടികളോടൊരു കഥ പറയുന്നു. ഒരാളെ എന്താണ് മോഷണ കുറ്റ ആരോപിതനായി. എന്നിട്ട് ആ പോലീസ് സ്റ്റേഷനിൽ എന്ത് സംഭവിച്ചു, പിന്നീട് കോർട്ടിൽ എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറി പറയുകയാണെങ്കിൽ ഏത് പെഡഗോജിക്കൽ റിസോഴ്സ് ഉപയോഗിച്ചാണ് നമ്മളിവിടെ ഒരു പഠനത്തിന് വേണ്ടിയിട്ട് കുട്ടികളെ സഹായിച്ചത്? കേസ് സ്റ്റഡി, ഷാർട്സ്, പൊളിറ്റിക്കൽ കാർട്ടൂൺ, സർവേ ഡാറ്റ. അപ്പൊ നമുക്ക് എന്താണ് അത് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ ഒരു കാര്യം, ഒരു കേസ് എടുത്തിട്ടല്ലേ പറഞ്ഞത്. അപ്പൊ അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്തത്? കേസ് സ്റ്റഡി ആയിരുന്നു. സ്റ്റഡിങ് വൺ റിയൽ ലൈഫ് സിറ്റുവേഷൻ ഡീറ്റെയിൽ ഈസ് കോൾഡ് കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി എന്ന് വെച്ചാൽ എന്താണ്? ഏതെങ്കിലും ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ആഴത്തിൽ പഠിക്കുന്നതാണ് കേസ് സ്റ്റഡി. നമ്മൾ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള ടൂൾസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. കേസ് സ്റ്റഡിയിൽ ഒരു വ്യക്തിയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സംഭവത്തെ കുറിച്ചോ
ഒരു സിറ്റുവേഷനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. കേസ് സ്റ്റഡി എന്താ? ഡീറ്റെയിൽ സ്റ്റോറി ഓൺ പേഴ്സണോ സിറ്റുവേഷൻ, ഒരു പേഴ്സൺ അല്ലെങ്കിൽ സിറ്റുവേഷനിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റോറി ആയിരിക്കും. ചാർട്ട് എന്തിനായിരിക്കും? യൂസ് ടു പ്രസന്റ് ഫാക്ട്സ് ഓർ ഇൻഫർമേഷൻ വിഷ്വലി. ഫാക്ടുകളോ ഇൻഫർമേഷനോ വിഷ്വലി റെപ്രസെന്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. പൊളിറ്റിക്കൽ കാർട്ടൂൺ എന്തിനാ ഉപയോഗിക്കുക? യൂസ് ടു ഡിസ്കസ് പൊളിറ്റിക്കൽ ഓർ സോഷ്യൽ ഇഷ്യൂസ് ത്രൂ കാർട്ടൂൺ. പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ഇഷ്യൂസ് കാർട്ടൂൺ വഴി റെപ്രസെന്റ് ചെയ്യാനാണ് പൊളിറ്റിക്കൽ കാർട്ടൂൺ ഉപയോഗിക്കുക. സർവേ ഡാറ്റ, ഇൻഫർമേഷൻ കളക്ട് ഫ്രം മെനി പീപ്പിൾ നോട്ട് വൺ പ്ലേസ്. സർവേ ഡാറ്റ എന്താണ്? പല ആളുകളിൽ നിന്ന് എന്ത് ചെയ്യും? നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതാണ്, അല്ലാതെ ഒരാളിൽ നിന്ന് ഇല്ല. അപ്പൊ അതാണ് സർവേ ഡാറ്റ. അപ്പൊ നമുക്ക് അവിടെ എന്താണ്? കേസ് സ്റ്റഡിയാണ് ആൻസർ വന്നത്. അടുത്ത ചോദ്യം, which of the following should be followed by the teacher in his or her classroom to promote meaningful learning? ക്ലാസ്റൂമിൽ മീനിങ് ആയിട്ടുള്ള ലേണിംഗ്, അർത്ഥപൂർണ്ണമായിട്ടുള്ള പഠനം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ടീച്ചർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഗിവിംഗ് ഈസി ടാസ്ക് ടു ദ സ്റ്റുഡൻസ്, പ്രൊമോട്ടിംഗ് ദ കൾച്ചർ ഓഫ് കിസിംഗ് എമോങ് ദ സ്റ്റുഡൻസ്, ഗിവിംഗ് ദോസ് ടാസ്ക് ടു ദ സ്റ്റുഡൻസ് വിച്ച് ആർ ചലഞ്ചിങ്, ഗിവിംഗ് റെക്കോർഡ് ബേസ്ഡ് ടാസ്ക് ടു സ്റ്റുഡൻസ്. അപ്പൊ നോക്കിക്കേ, മീനിങ് ഫുൾ ലേണിംഗ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ടീച്ചർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? കുട്ടികൾക്ക് ഈസി ടാസ്കുകൾ കൊടുക്കുക, കുട്ടികളുടെ കൾച്ചർ ഓഫ് ക്യൂസിങ് എമോഷൻസ് തമ്മിൽ എന്താണ് ചോദ്യം ചോദിക്കുന്ന ആ ഒരു സംഗതി എന്ത് ചെയ്യുക? പ്രൊമോട്ട് ചെയ്യും. ഗിവിംഗ് ദോസ് ടാസ്ക് ടു സ്റ്റുഡൻസ് വിച്ച് ഇസ് ചലഞ്ചിങ്, അവർക്ക് എന്താണ് ചലഞ്ചിങ് ആയിട്ടുള്ള, വെറുതെ ഈസി ആയിട്ട് ചെയ്തു പോകുന്നില്ല, കുറച്ച് അവരെന്താ മെനക്കെടേണ്ട ടാസ്കുകൾ കൊടുക്കുക. ഗിവിംഗ് റീകോൾ ബേസ്ഡ് ടാസ്ക് ടു സ്റ്റുഡൻസ്, ഓർമ്മിക്കുക, ഓർത്തെടുക്കുക, എന്താ കാണാപ്പാഠം പിടിച്ചിട്ട് ഓർത്തെടുക്കുക, ഇത്തരം ടാസ്കുകൾ കൊടുക്കുക. ഇവിടെ ഏതാണ് മീനിങ് ഫുൾ ലേണിംഗിനെ സപ്പോർട്ട് ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമുക്കറിയാമല്ലേ, ഗിവിംഗ് ദോസ് ടാസ്ക് ടു സ്റ്റുഡൻസ് വിച്ച് ആർ ചലഞ്ചിങ്, അവർക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള, എന്നാൽ മാത്രമേ അവരെന്താണ് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ലേണിംഗിലോട്ട് പോകും. അവർക്ക് ചലഞ്ചിങ് ആകുമ്പോൾ അവർ കൂടുതലായിട്ട് അതിൽ വർക്ക് ചെയ്യും, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കും, ഫൈനലി അവർ ആ ഒരു മീനിങ് ഫുൾ ലേണിംഗിലേക്ക് എത്തിച്ചേരും. അപ്പൊ മീനിങ് ഫുൾ ലേണിംഗിൽ എന്തൊക്കെയാണ്? when students think deeply, solve problems, apply concepts, face challenging but achievable tasks. പ്രത്യേകം ശ്രമിക്കണം അല്ലെ. അവരെന്താ? കുട്ടികൾ ഡീപ്പായിട്ട് തിങ്ക് ചെയ്യും, പ്രോബ്ലംസ് സോൾവ് ചെയ്യും, കൺസെപ്റ്റുകൾ അപ്ലൈ ചെയ്യും, ചലഞ്ചിങ് ടാസ്കുകൾ വേണം. പക്ഷെ അതെന്തായിരിക്കണം? ചലഞ്ചിങ് എന്ന് വെച്ചാൽ ഒരിക്കലും കുട്ടികൾ ചെയ്യാൻ കഴിയാത്തതാണോ നമ്മൾ കൊടുക്കേണ്ടത്? അല്ല, ചലഞ്ചിങ് ബട്ട് അച്ചീവബിൾ. അപ്പൊ ചലഞ്ചിങ് ആയിരിക്കണം, എന്നാലും എന്താണ് അവരെ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും അച്ചീവബിൾ ടാസ്ക് കണ്ടെത്തും. സോ ടീച്ചർ ഷുഡ് ഗീവ് ചലഞ്ചിങ് ടാസ്ക് നോ ജസ്റ്റ് ടു ഈസി ഓർ മെമ്മറി ബേസ്ഡ് കൊണ്ട്, അല്ലാതെ ഈസിയോ അല്ലെങ്കിൽ മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള ടാസ്കുകളല്ല കൊടുക്കേണ്ടത്. അപ്പം ഈ ഒരു സെക്ഷനിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞ എന്താണ്? ഈസി ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഹൈ ഓർഡർ തിങ്കിങ് വളരില്ല. കൾച്ചർ ഓഫ് ക്യൂസിംഗ് എന്താണ്? ലേണിംഗിനെ അസസ് ചെയ്യും, പക്ഷെ അവിടെ മീനിങ് ഫുൾ ലേണിംഗ് നടക്കണമല്ലോ. ചിലപ്പോൾ കാണാപ്പാഠം പഠിച്ചായിരിക്കും ഉത്തരം പറയാം. ചലഞ്ചിങ് ടാസ്ക് ആണെങ്കിൽ തീർച്ചയായിട്ടും എൻകറേജ് തിങ്കിങ്, ഇൻക്വയറി ആൻഡ് കൺസെപ്റ്റ് ബിൽഡിംഗ്, ചിന്തിക്കാനും എൻക്വയറി ചെയ്യാനും കൺസെപ്റ്റ് ബിൽഡ് ചെയ്യാനും സഹായിക്കും. റീകോൾ ബേസ്ഡ് ടാസ്കുകൾ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഫോക്കസ് ഓൺലി ഓൺ മെമ്മറൈസേഷൻ, കാണാപ്പാഠം പഠിക്കുക, അത് മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ 5 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇതിലെ എത്ര ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾക്ക് ആദ്യം തന്നെ കണ്ടെത്താൻ സാധിച്ചു എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ.